പക്ഷെ അപ്പോ തൻ്റെ കാര്യത്തിൽ ഞാൻ ആൻസറബിൾ ആകേണ്ട 2 പേരുണ്ട്. ഒന്ന് തൻ്റെ അമ്മ, 2 എൻ്റെ പെങ്ങൾ. അവർ 2 പേരോടും ഞാനെന്തോ പറയേണ്ടത്? 2 പേരോടും ഒരു ഉത്തരമേ ഉള്ളൂ സർ. ഞാൻ മടങ്ങി വരും. ആതിരയോട് ഒരു കാര്യം കൂടി പറയണം. അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുരുഷനായി തന്നെ വരും. അമ്മയോട് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടേക്ക് മാറാനാണ് അപ്പോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാവും സർ. സർജറിയുടെ ടൈം അടുത്ത് വരെയല്ലേ. അപ്പോ ഇവിടുന്ന് മാറുന്നത് ശരിയാവില്ല. പിന്നെ തങ്ങാനൊരിടം. ചെന്ന് കയറിയ വാതില് വിലക്കാത്ത ചില ഇടങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ആസ് യു വിഷ്. അപ്പോൾ തനിക്ക് ക്യാഷ് വല്ലതും വേണോ? വേണ്ട സർ. ഒരു വലിയ തുക എൻ്റെ അമ്മ എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്. അതെനിക്ക് ഇനഫ് ആൻഡ് മോറാണ്. ഏത് സമയത്ത് എന്ത് സഹായം വേണമെന്ന് തോന്നിയാലും അപ്പോൾ മറ്റൊന്നും വിചാരിക്കരുത്. ആ നിമിഷം എന്നെ വിളിക്കുക, ഞാനുണ്ടാവും. പിന്നെ എവിടെയാണെന്നൊക്കെ എന്നെ അപ്ഡേറ്റ് ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല, ആതിരയുടെ കണ്ണ് നിറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലടോ, അതുകൊണ്ടാ. എനിക്കറിയാം സർ, ഐ വിൽ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ആതിര എവിടെ? മുത്തമ്മയുടെ അടുത്ത് പോയോ? ഇല്ല, അവള് കിടക്കുക. കിടക്കോ? ഈ സമയത്തോ? അത് പതിവില്ലാത്താണല്ലോ. എന്തു പറ്റി? നല്ല തലവേദനയെന്നാ പറഞ്ഞത്. ഇന്ന് ഉച്ച മുതല് ആളൊന്നും കഴിച്ചിട്ടുമില്ല. ആകെ സങ്കടപ്പെട്ട് കിടക്കുക. അപ്പൂനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണത്രേ. അപ്പൂന്റെ അമ്മയ്ക്കും ആളെവിടെ പോയതാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഒന്ന് അറിയിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം? ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെന്ന് അച്ഛനുമായി വീണ്ടും പ്രശ്നം ഉണ്ടായോ എന്നാ ആതിരയുടെ ടെൻഷൻ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ വേറെ എവിടെയെങ്കിലും പോയതാവും. എങ്കിൽ അത് അവളോട് പറഞ്ഞിട്ട് പോയാൽ എന്താ? ഇതിപ്പോ ആർക്കും ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. നിള, അപ്പോ എന്നെ വന്ന് കണ്ടിരുന്നു. കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാ കൊള്ളാവുന്നുണ്ട് അപ്പുവിന്. മാറി നിൽക്കയോ? അതെന്തിനാ? അപ്പു എല്ലാവരിൽ നിന്നും നല്ല പ്രഷർ അനുഭവിക്കുന്നുണ്ട്. താൻ കാരണമാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള ഒരു കുറ്റബോധം അപ്പുവിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി അവരോടൊപ്പം നിന്നാൽ പ്രശ്നങ്ങൾ വഷളാകുകയുള്ളൂന്നും അപ്പു ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് അപ്പുവിന്റെ തീരുമാനം. ആ കുട്ടി അപ്പോ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പു എന്നോട് പറഞ്ഞിട്ടില്ല. നന്ദേട്ടൻ ഇങ്ങോട്ട് വിളിക്കാറുന്നില്ലേ? അപ്പു വരില്ല, ഞാൻ ക്ഷണിച്ചതാ. അപ്പുവിന്റെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് നിള. ഒരു പരിധിയിൽ കവിഞ്ഞ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പുവിന് ഇഷ്ടമല്ല. താൻ മാറി നിൽക്കുന്ന കാര്യം ആരോട് പറയരുതെന്നാ അപ്പു എന്നോട് ആവശ്യപ്പെട്ടത്. ആ, അറിഞ്ഞാ ചിലപ്പോ ആതിര അതിനെ സമ്മതിക്കില്ലെന്ന് കരുതിയാവും നന്ദേട്ടനോട് മാത്രം പറഞ്ഞത്. പാവം, അവളുടെ കാര്യം ആകെ സങ്കടം നന്ദേട്ട. അപ്പുവായിട്ട് അവൾ ഇത്രയും അടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ സങ്കടം മാറുന്നില്ല. ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. നന്ദേട്ടൻ അവളെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുക. നന്ദേട്ടൻ പറഞ്ഞ അവള് കേൾക്കും. ഞാൻ പറയാം. നാട്ടിൽ നിന്ന് ശേഖരമാമ്മ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് തീർത്ത് പറഞ്ഞുകൂടാ. അയാൾ അച്ഛനെ വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചിരുന്നു 2 പ്രാവശ്യം. ഞാൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ടാവും അച്ഛനെ വിളിച്ചത്. ഞാനെന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം പറയാതെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇനി രാത്രിയിലത്തെ കാര്യം എന്താവും അറിയില്ല.
അയാൾ എത്ര നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും നിള എവിടെയാണെന്ന് അയാളോട് പറയരുതെന്ന് മാമനെ വിളിച്ചു പറഞ്ഞേക്കണം. ശരി. ഉം. മോളെ, എന്തു പറ്റി നിനക്ക്? എന്താ നീ ഇങ്ങനെ? സന്ധ്യാസമയത്ത് നീ ഇങ്ങനെ കിടക്കാറില്ലല്ലോ. ഒന്നുമില്ലേട്ടാ, ഒരു തലവേദന. ഈ തലവേദനയുടെ കാരണം എന്താണെന്ന് നിള എന്നോട് പറഞ്ഞു. അപ്പ വിളിക്കാത്തതിന്റെ ടെൻഷനാണല്ലേ നിനക്ക്? ഏട്ടാ, അപ്പ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഉച്ച മുതൽ ഞാൻ വിളിക്കുന്നതാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കുറച്ചു മുമ്പ് ഞാൻ ഗീതാന്റിയെ വിളിച്ചു. അപ്പു എവിടെ പോയതാന്ന് ഗീതാന്റിക്ക് അറിയില്ലാത്രേ. നീ വിഷമിക്കണ്ട, അപ്പു എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. അപ്പു ഈ സീറ്റിൽ തന്നെ ഉണ്ട്. ചേട്ടാ അതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഗീതാമ്മേടത്തെ കണ്ടിരുന്നു. അതുമാത്രമല്ല, വൈകിട്ട് അപ്പു എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. അതിരാ, അപ്പു കുറച്ചുനാൾ എല്ലാവരിൽ നിന്നൊന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാരും ഇന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ എന്താ അപ്പു ഉദ്ദേശിക്കുന്നത്? അപ്പു വല്ലാതെ ഡിപ്രസ്ഡ് ആണ് മോളെ. തൻ്റെ പ്രസൻസ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നൊരു ബോധം അപ്പുവിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് കൂടെ കൂടെ എന്നോടും പറയാറുള്ളതാ. പക്ഷെ അതിനിങ്ങനെയാണ് അപ്പു ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് ഏട്ടൻ എന്താ അപ്പുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? ഞാനതിന് ശ്രമിച്ചു. പക്ഷെ അതിന് അപ്പുവിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അയാൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് അപ്പുവിന് നമ്മളോട് ആരോട് പിണക്കില്ല കേട്ടോ. അപ്പുവിൻ്റെ ഈ തീരുമാനം ഓർത്ത് നിന്നോട് വിഷമിക്കരുതെന്ന് പറയാൻ അപ്പു പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. അപ്പു ആഗ്രഹിക്കുന്നത് ആരുടെ സഹായമില്ലാതെ സ്വന്തം ഐഡന്റിറ്റിയിൽ ഒരു പുതിയ അപ്പുവായി ലോകത്തെ ഫേസ് ചെയ്യാനാണ്. ഏട്ടാ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പു ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷെ അതിനുവേണ്ടി എല്ലാവരിൽ നിന്നും ഈ ഒളിച്ചോട്ടം എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ മോളെ. സ്വന്തം നിലയിൽ അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അത് പറ്റില്ലെന്ന് പറഞ്ഞ് അയാൾ തിരുത്താൻ നമുക്ക് അവകാശമുണ്ടോ? അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അപ്പുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ അപ്പു അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതിനുവേണ്ടി അപ്പൊ എന്ത് ചെയ്യാനാ തീരുമാനിച്ചത്? അതെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു. നിന്നോടെല്ലാം വിശദമായിട്ട് പറയാമെന്ന് അപ്പു എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാൾക്ക് മാറി നിൽക്കാൻ ഒരു ഇടമാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ അപ്പുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചതാ. പക്ഷേ നമ്മുടെ ആദ്യത്തെ സ്വീകരിച്ച ഒരു ട്രാൻസ്ഫോർമേഷന് അപ്പുവിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു പൂർണ്ണ പുരുഷനായി മടങ്ങി വരാൻ അപ്പു അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം അപ്പുവിൻ്റെ പ്രസൻസ് ഗീതാ മേഡത്തെയും പണിക്കർ സാറിനെയും കൂടുതൽ അസ്വസ്ഥരാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറ്റാരേക്കാളും നന്നായി അപ്പു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാ അപ്പു ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. അപ്പു എവിടെയാണെന്ന് ഓർത്ത് നീ സങ്കടപ്പെടണ്ട. എവിടെയായാലും അധികം താമസിക്കാതെ തന്നെ അപ്പു നിന്നെ കോണ്ടാക്ട് ചെയ്തോളും. എന്നോട് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന കാര്യം നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞത്. എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ. അപ്പുവിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എവിടെയാണെങ്കിലും അപ്പു സുഖമായിരിക്കണമെന്ന് അറിഞ്ഞാ മതി. നന്ദേട്ടാ, എന്തായി നന്ദേട്ടാ? ആതിരയോട് പറഞ്ഞോ? പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. നന്ദേട്ടാ, ഞാൻ കാരണമാണ് അപ്പുവിനെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റാത്തതെങ്കിൽ അതോർത്ത് നന്ദേട്ടൻ ചെയ്യാതിരിക്കരുത്. അച്ഛനോട് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ. അതിൻ്റെ ആവശ്യമില്ല നിള. നിള എവിടെ ഇല്ലായിരുന്നെങ്കിലും അപ്പുവിൻ്റെ തീരുമാനം ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ട.
ഹലോ ഗീത, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയതായിരുന്നു. വിജയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഗീതയോട് പിന്നെ വലുതും സംസാരിച്ചോ? ഇല്ല ഡേസി, ഞാൻ കുറച്ചു മുമ്പ് കയറി കാണുമ്പോൾ ആള് നല്ല ഉറക്കത്തിലായിരുന്നു. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അപ്പു എവിടെ ഗീത? അവളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലല്ലോ. ആ കാര്യം ചോദിക്കാനാ ഡേസി ഞാനിപ്പോൾ വിളിച്ചത്. അപ്പു വിളിക്കുകയോ വരികയോ മറ്റോ ചെയ്തോ? ഇല്ലല്ലോ ഗീത, ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ കരുതിയത് മൊബൈലിൽ ചാർജ് തീർന്ന് ഓഫായി കാണൂന്ന്. എന്താ ഗീത, അപ്പു ഒന്നും പറയാതെയാണോ പോയത്? ഇവിടെ ജോബിൻ വരുന്നതിന് കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോണെന്ന് പറഞ്ഞു. എവിടെ പോന്നു പറഞ്ഞില്ലേ? ഇല്ല, അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാനത് ചോദിക്കാനും വിട്ടു. ഇത്രയും നേരമായിട്ട് അപ്പു വിളിക്കുകയോ വരികയോ ചെയ്തിട്ടില്ല. ഞാൻ കരുതി അപ്പു ഡേസിയുടെ വീട്ടിലുണ്ടാവുമെന്ന്. ഇല്ല ഗീത, ഞങ്ങൾ തമ്മിൽ ഉച്ചയ്ക്ക് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോ ഹോസ്പിറ്റലാണെന്ന് അപ്പു പറഞ്ഞത്. വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ശ്ശേ, പിന്നെ അപ്പു ഇത് എവിടെ പോയി? വിളിച്ചിട്ട് മൊബൈലും സ്വിച്ച് ഓഫാ. ഗീത വിഷമിക്കണ്ട, ആള് ചിലപ്പോ വീട്ടിലുണ്ടാവും. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതോ മറ്റോ ആവും. ഫോൺ ചാർജ് തീർന്ന് ഓഫായത് അറിഞ്ഞിട്ടുണ്ടാവില്ല പാവം. എന്നാലും ഇങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവോ? ഇനി മറ്റെവിടേക്കെങ്കിലും പോയതാണെന്നാ. വേറെ എവിടെ പോകാൻ? ആ, നമ്മുടെ വക്കീലിനൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ ഗീതയ്ക്ക്? ചിലപ്പോ നന്ദനുമായിട്ട് എവിടെയെങ്കിലും പോയതാണെങ്കിലോ? ഗീത നന്ദനെ വിളിച്ചിരുന്നോ? ഇല്ല ഡേസി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പു എന്നെ വിളിക്കുമായിരുന്നല്ലോ. തിരക്കിനിടയിൽ ചിലപ്പോ വിളിക്കാൻ മറന്നതാവും ഗീത. ഏതായാലും വക്കീലിനൊന്ന് വിളിച്ചു നോക്ക്. അപ്പോ ഇനി ചിലപ്പോ ആതിരയെ കാണാൻ വക്കീലിന്റെ വീട്ടിലെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിലോ? എന്നാലും അപ്പു പറയാതെ പോവോ? അപ്പു ആകെ സങ്കടപ്പെട്ടിരിക്കല്ലേ ഗീത. മനഃപൂർവ്വം അല്ലെങ്കിലും താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പാവത്തിന് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ എന്ന് കരുതി ആ കുട്ടിയെ കാണാൻ പോയതാണെങ്കിലോ? ഗീത വിഷമിക്കാതെ താൻ വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്ക്. ആള് ചിലപ്പോ അവിടെ തന്നെ ഉണ്ടാവും. ശരി ഡേസി, ഞാൻ നന്ദനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. വിവരം എന്താണെങ്കിലും ഇങ്ങോട്ടൊന്ന് വിളിക്കണേ ഗീത. അപ്പു നിന്നെ വിളിച്ചിരുന്നോ ജോബിൻ? ജോബിൻ, നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മമ്മി എന്താ ചോദിച്ചേ? ഞാൻ കേട്ടില്ല. അപ്പു നിന്നെ വിളിക്കോ മറ്റോ ചെയ്തിരുന്നോന്ന്? ഇല്ല, എന്നെ വിളിച്ചില്ല. ചേടാ, ഈ അപ്പു പിന്നെ എവിടെ പോയതാ? അപ്പുവിനെ അന്വേഷിച്ച് ഗീത ഇപ്പൊ വിളിച്ചിരുന്നു. ഞാനിവിടെ ചെല്ലുമ്പോ അപ്പോ അവിടെ ഉണ്ടായിരുന്നു. ആണോ? ആ. പിന്നെ അപ്പു ഇത് എവിടെ പോയി? ഗീതയോടൊന്നും പറയാതെ അവിടുന്ന് പോയതെന്ന്. ഇതുവരെ തിരിച്ചു കോണ്ടാക്ട് ചെയ്തിട്ടുമില്ലെന്ന്. പാവം ഗീത ആകെ ടെൻഷനിലാ വിളിച്ചത്. ചിലപ്പോ വക്കീലിനെ കാണാൻ പോയതാവും. അതും അല്ലെങ്കിൽ ആതിരയെ കാണാൻ പോയതാവും. നിനക്കെന്തു തോന്നുന്നു? ആ, അങ്ങനെ വല്ലതും ആവും. നിനക്കെന്താ ഒരു വല്ലായ്ക പോലെ? ഏയ്, ഒന്നുമില്ല മമ്മി, ഐ എം ഓൾ റൈറ്റ്. അത് വെറുതെ. എന്തോ പ്രശ്നമുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാലോ. ഒന്നുമില്ലെന്നേ, മമ്മിക്ക് വെറുതെ തോന്നുന്നത്. എന്നാലും തിരിച്ചു പോരുന്ന വഴിയെങ്കിലും നിനക്ക് മാളുവിന്റെ വീട്ടിലൊന്ന് കയറായിരുന്നില്ലേ ജോബിൻ? വന്നിട്ട് നീ പോയി അവരൊന്ന് കണ്ടില്ലല്ലോ. ഞാൻ പോയില്ലെങ്കിൽ എന്താ, മാളും ഉണ്ടല്ലോ അവിടെ. എന്നാലും നീ നേരിട്ട് അവിടെ ചെല്ലുന്നതും മാളു അവിടെ ഉള്ളതും ഒരുപോലെ ആവില്ലല്ലോ. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ പരിഭവം മുരളിക്കും അശ്വതിക്കും ഉണ്ടാവും. അശ്വതി വിളിച്ചപ്പോ അതിന്റെ ഒരു ധ്വനി സംസാരത്തിൽ ഉണ്ടായിരുന്ന താനും. ഇതിനൊക്കെ ഇത്ര പരിഭവിക്കാൻ എന്തിരിക്കുന്നു മമ്മി? എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമല്ലോ. അവരാഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഉണ്ടാവണമെന്ന് അവർക്ക് എന്താ ഇത്ര നിർബന്ധം? പോട്ടെ, ഇനിയിപ്പൊ നീ അതോർത്ത് ഡിസ്റ്റർബ്ഡ് ആവണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കയറാൻ നോക്ക്. നാളെ മുരളി ഡൽഹിക്ക് പോവാത്രേ. ഉച്ചയ്ക്കാ ഫ്ലൈറ്റ്. ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് അശ്വതി പറഞ്ഞത്. എന്നിട്ട് അങ്കിൾ ഇന്ന് വിളിച്ചപ്പോ
ഇങ്ങനെ ട്രിപ്പിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് പോകേണ്ടി വന്നതാണെന്ന് അശ്വതി പറഞ്ഞത്. വൈകിട്ട് തിരക്കിട്ട് ടിക്കറ്റ് ഓക്കെ ആക്കുമായിരുന്നു. ഏതായാലും പോകുന്നതിന് മുമ്പ് പറ്റിയ നീ ഒന്ന് കയറി കണ്ടേക്കേ. നോക്കട്ടെ. മമ്മി കഴിക്കുന്നില്ലേ? ആ, നീ കഴിക്കേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. ഹലോ. ഹലോ നന്ദൻ, എവിടെയാ ഇപ്പോ? ഞാൻ വീട്ടിലാണ് മാഡം. നന്ദ അപ്പു അവിടെ വന്നിരുന്നോ? അപ്പോൾ ഇവിടെ ഇല്ലല്ലോ. മാഡത്തിന് അപ്പോൾ വിളിച്ചില്ലേ? ഇല്ല, അപ്പു ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയതാ. പിന്നെ ഇതുവരെ ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫാ. ഡേസിയുടെ എവിടെയും ചെന്നിട്ടില്ല. അതാ ഞാൻ നന്ദനെ വിളിച്ചത്. മാഡം, അപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? അത് പിന്നെ കുറച്ച് നാളത്തേക്ക് അപ്പൂവിന് എല്ലാവരിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. മാറി നിൽക്കാനോ? എന്തിന്? എനിക്ക് മനസ്സിലാകുന്നില്ല നന്ദൻ. എന്താ അപ്പു ഇങ്ങനെ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനെന്ന് ഞാൻ അപ്പുവിനോടും ചോദിച്ചു. അപ്പു പറയുന്നത് കുറച്ച് നാളത്തേക്ക് സ്വയം മാറി നിന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമെന്നാണ്. എന്ന് അപ്പുവിനോട് ആരാ പറഞ്ഞത്? അപ്പുവിനങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മാഡം അപ്പുവിനോട് കയർത്ത് സംസാരിച്ചിരുന്നു. ഓ, അപ്പോഴത്തെ ഒരു മൂഡിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി നന്ദൻ. അതാണോ അപ്പുവിന് ഫീൽ ചെയ്തത്? അത് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണെന്നാണ് അപ്പു പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അപ്പുവിന് അല്ലാതെ റീസൺസ് ഉണ്ട് മാഡം. അപ്പുവിന്റെ വേർഷൻ കേട്ടപ്പോൾ ആള് പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. എന്നിട്ട് ഇപ്പൊ അപ്പു എവിടെയുണ്ട് നന്ദൻ? അതൊന്ന് പറ നന്ദൻ, പ്ലീസ്. അപ്പു എവിടെയുണ്ടെന്നാ ചോദിച്ചത്. മാഡം, അപ്പു എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾ ഈ നഗരത്തിൽ തന്നെയുണ്ട്. അപ്പു സേഫാണ്. മാഡം വിഷമിക്കണ്ട. നന്ദൻ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ഇങ്ങനൊരു തീരുമാനത്തിൽ നിന്ന് അപ്പുവിനെ വിലക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അപ്പു അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. കൂടുതൽ നിർബന്ധിച്ച അപ്പു മറ്റെന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് ഞാൻ സംശയിച്ചു. എൻ്റെ വീട്ടിലേക്ക് വരാൻ മാക്സിമം ഞാൻ അപ്പുവിനെ നിർബന്ധിച്ചാണ്. പക്ഷേ അപ്പു അതിനും വഴങ്ങിയില്ല. എന്നിട്ടിപ്പോ അപ്പു എവിടെ? അതാ എനിക്ക് അറിയേണ്ടത്. ആളെവിടെയാണെന്ന് സത്യമായിട്ട് എനിക്കും അറിയില്ല മാഡം. പക്ഷേ അപ്പു ഈ സിറ്റി തന്നെയുണ്ട്. ആള് സേഫുമാണ്. ആ കാര്യം ഓർത്ത് മാഡം വിഷമിക്കുക വേണ്ട. മാഡത്തിനെ അപ്പു വിളിക്കുമെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ കരുതി ഇതിനകം അപ്പു വിളിച്ചിട്ടുണ്ടാവുന്ന. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ വിളിച്ചു പറയുമായിരുന്നു. കൊള്ളാം നന്ദൻ. ഈ സമയത്ത് തന്നെ അപ്പുനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയല്ലോ. സത്യം പറ നന്ദൻ, അപ്പു നന്ദനോടൊപ്പം അവിടെ ഇല്ലേ? ഇല്ല മാഡം, ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പു മറ്റെവിടെയാണ് തങ്ങുന്നത്. അവിടം സേഫാണെന്ന് മാത്രമേ എനിക്കറിയൂ. മാഡം സമാധാനമായിട്ടിരിക്കെ. നാളെ ഞാൻ അവിടേക്ക് വരാം. നമുക്ക് നേരിൽ സംസാരിക്കാം. ഓക്കെ? ശരി.